നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ RC പ്ലെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഏറ്റവും കൂടുതൽ വരുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഫോൺ വിളിക്കുമ്പോൾ തന്നെ നമ്മളെന്ത് എഞ്ചിനീയറാണ്, നമ്മളെന്ത് വേറെന്തോ പഠിച്ചിട്ടാണ് ഈ RC പ്ലെയിൻ മേക്ക് ചെയ്യുന്നതും ഫ്ലൈ ചെയ്യുന്നതും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിപ്പണിക്കും പോകുന്നുണ്ട്, സ്വന്തമായിട്ട് ഫാബ്രിക്കേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് RC അല്ല കേട്ടോ, സോറി, എൻ്റെ വയലിപ്പോൾ RC എന്ന് വരുന്നുള്ളൂ. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് എനിക്ക് കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിലത്തെ വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പേരുണ്ട്, മോനാട്ടുണ്ട്, സുബീഷ് ഉണ്ട്, സിബി ഉണ്ട്, അങ്ങനെയുണ്ട്. മോനാട്ടവനൊരു പുലിയാണ് കേട്ടോ, നീല ഷർട്ട് ഇട്ട് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ കിച്ചൻ്റെ അടിഭാഗത്ത് വർക്കും, പിന്നെ നമ്മൾ അവിടെ വെള്ള സ്ക്വയർ കട്ട് കാണില്ല, ഒക്കെ ACP മടക്കി ചെയ്യുന്നതാണ്. അതായത് ഇവിടെ ഒരു പൈപ്പ് പോയിന്റ് എക്സോസ്റ്റ്, അപ്പോൾ അതും ACP മടക്കി ചെയ്യണം. പിന്നെ വലിയൊരു കബോർഡ്, അതായത് റൂമിൽ വലിയൊരു കബോർഡ്, അതായത് സാധാരണ എന്താ പറയുക, നമ്മൾ കുറേ ഫെറസിമെൻ്റ് ഒക്കെ അടിച്ചിട്ട് അതിന് മുകളിൽ കബോർഡ് അടിക്കുന്ന ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഒക്കെ മാറി, വെറും ചുമര് കിട്ടിയാൽ മതി, ഫുള്ള് നമ്മൾ കബോർഡാക്കി മാറ്റിവിട്ടാം. അപ്പോൾ അതിലത്തെ ഒരു കബോർഡാണ് ഇത്. അതായത് ഒരു വെറൈറ്റി ഒരു കബോർഡ്, മൊത്തത്തിൽ മടക്കി നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡൊക്കെ കാണാൻ ശരിക്കും പറ്റില്ല, കാരണം ഫുള്ള് ACP മടക്കിയിട്ടാണ് ചെയ്യുന്നത്, ഫിനിഷ് ചെയ്തിട്ടാണ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വർക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണ്. അത് പറയാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. ആ കാണാൻ ലൈറ്റിട്ട് ഒക്കെ ACP ഷീറ്റ് മടക്കി ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലൊന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഈ ഡോറിൻ്റെ ഒക്കെ സൈഡ് നോക്കി അറിയാം, ഷീറ്റ് മടക്കി ചെയ്തേക്കുന്നതാണ്. അത്രയും ഫിനിഷിങ്ങിലാണ് ചെയ്തു തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വർക്കിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ RC പ്ലെയിൻ്റെ വീഡിയോസ് അടുത്ത് വരും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റെ ജോലി എന്താണെന്ന്, അതായത് ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്, +2 വരെ പഠിച്ചിട്ടുള്ളൂ, വീട് തൃശ്ശൂരാണ്. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി വന്നേക്കുന്ന കേട്ടോ. അപ്പോൾ അത്രയും ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലെയിൻ്റെ വീഡിയോസൊക്കെ വേഗം വരും, ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പറയുന്നില്ല, ഇഷ്ടപ്പെട്ട മാത്രം ഷെയർ ചെയ്താൽ മതി. എയർപ്ലെയിൻ്റെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്ക് ഇത് എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. കാരണം അവരും ഈ എയറോപ്ലെയിൻ്റെ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ വേറെ അഡിക്ഷനിലേക്കൊന്നും പോവില്ല. അത് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയില്ല, വേറെ അഡിക്ഷനിലേക്കൊന്നും പോവില്ല. കാരണം ഓരോ പ്ലെയിനും ഓരോ പ്രത്യേകതരം ഫീലിങ്സ് അല്ല ഫീൽ വരും. അപ്പോൾ അതും അതിൻ്റെ ഒരു ക്രേസ് വന്നാൽ തന്നെ നമ്മളതിൻ്റെ മേഖലയിലേക്ക് ഇങ്ങനെ പതുക്കെ പോകും. അപ്പോൾ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.